അപ്പോൾ ഞങ്ങളുടെ പ്രജൂസിൻ്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അവർക്ക് 10 വർഷത്തിന് ശേഷം ഉണ്ടായ കുട്ടിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് സെലിബ്രേഷൻ. നല്ല സന്തോഷം പറഞ്ഞാൽ നല്ല സന്തോഷം. ഞങ്ങൾക്കും സന്തോഷമാണ്, അവർക്കും ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ കഴിഞ്ഞ സൺഡേ ആയിരുന്നു അവൻ്റെ പിറന്നാളുണ്ടായിരുന്നത്. അത് നാളെ വന്നത് കഴിഞ്ഞ സൺഡേ ആയിരുന്നു. അപ്പോൾ ഫങ്ഷനായിട്ട് നടത്തിയത് ഇന്നാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഫങ്ഷനൊക്കെ അടിപൊളിയായിട്ട് നടന്നു. എല്ലാവർക്കും നല്ല ഹാപ്പിയായി, സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അവർ ഓരോ ഫാമിലിയായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരെയും വിളിച്ച് ഫോട്ടോ ഒക്കെ എടുപ്പിക്കുകയാണ്. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അവൻ നല്ല കരച്ചിലായിരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്യണ സമയത്തൊക്കെ. അവനങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ കണ്ടതുകൊണ്ടാണ് നല്ല കരച്ചിൽ. പിന്നെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടേ കുട്ടിക്ക് ചൂടെടുത്തിട്ട് കരച്ചിലായിരുന്നു. മാളും വായും പിന്നെ അവൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു. അവൻ കരയുമ്പോൾ ഇവിടെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ചിരിപ്പിക്കുമായിരുന്നു കേട്ടോ. അവനെ നല്ല ഇഷ്ടമാണ്. മാളുവിനും വാവയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ബാഗ് സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് നേരെ പോണത് പ്രജൂസിനെ എടുക്കാനാണ്. കാലത്താണെങ്കിലും അവൻ അവിടെ നിൽക്കുകയാണെങ്കിൽ വിളിച്ചിട്ട് പ്രജൂസേ വാ, ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേയിരിക്കും. നല്ല ഇഷ്ടമാണ് പ്രജൂസിന് അവർക്ക്. പ്രജുവിനും അതെ കേട്ടോ. മാളുവിനും വാവേനെയും പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അവരുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ, സ്കൂൾ വിട്ട് വന്നാൽ അവരുടെ സൗണ്ട് ഇവിടെ കേട്ട് കഴിഞ്ഞാൽ അവൻ അച്ഛമ്മയുടെ കൂടെ പോകാൻ വേണ്ടി കിടന്ന് വാശി പിടിക്കും. അങ്ങനെയാണ്. പിന്നെ അവർ ഷോർട്സൊക്കെ എടുക്കുന്ന സമയത്ത് ഡാൻസൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നാലെ വന്നിട്ട് അവരുടെ കൂടെ നിന്നിട്ട് അവൻ കളിക്കും കേട്ടോ. അതൊക്കെ കാണാൻ വലിയ രസമാണ്. പിറന്നാളിന് അവരുടെ റിലേറ്റീവ്സും പിന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരും പിന്നെ പ്രജുവിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സും അവരൊക്കെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. 300-350 പേർക്കുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ ക്യാമറാമാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവന് കുറേ സൈക്കിളും കാറും അതൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മാളും അവൻ അൺബോക്സിങ് വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ അൺബോക്സിങ് വീഡിയോ ഉണ്ടാവും. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സുകളാണ് കേട്ടോ അവിടെ കൂടെ ഇരിക്കുന്നവർ. അവർക്ക് വീഡിയോയിൽ വരാൻ നല്ല ശമ്മലമായിരുന്നു. അത് ഷീബത്താത്തയും ഹസീനത്താത്തയും സൈനബത്താത്തയും രുക്കു അവരൊക്കെയാണ് കേട്ടോ. ഞങ്ങളുടെ കുടുംബശ്രീയിലുള്ള ആൾക്കാരും കൂടെയാണ് അവർ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിപ്പോയി കേട്ടോ. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് പോവാന്ന് പറഞ്ഞിട്ട് മാറി നിന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പോയി. മാളും വാവയൊക്കെ അപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾ പോവാൻ രാവിലൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ചോറ് കൊടുക്കുക അമ്മായി. സൈക്കിളിലെ കാറ് അപ്പൊ ഇതാണ് ഞങ്ങൾ ഫ്രഷ് ജ്യൂസ്. അവൻ നല്ല കരച്ചിലാണ്. അതെ അമ്മ എടുത്തോണ്ടിരിക്കുക. ഇതാണ് എൻ്റെ അമ്മ. കണ്ടോളൂ. അമ്മ ഹായ് കൊടുക്ക്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഫ്രഷ് ജ്യൂസ്. അപ്പൊ അവൻ്റെ പിറന്നാളൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഇന്ന് ഫംഗ്ഷൻ. അപ്പോൾ അവൻ കരയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.